3 ദിവസമായിട്ടും ആളെക്കൊല്ലി കടുവയെ പിടികൂടാത്തതിൽ ജനരോഷം ഇരമ്പുന്നതിനിടയിലാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്കുള്ള വഴിയിലുടനീളം പ്രതിഷേധം നേരിടേണ്ടി വന്നു മന്ത്രിക്ക്. രാധയുടെ വീട്ടിലെത്തി രാധയുടെ ഭർത്താവുമായും കുടുംബാംഗങ്ങളുമായും സംസാരിച്ചതിനു ശേഷം മന്ത്രി ഇപ്പോൾ മടങ്ങുകയാണ്. നാട്ടുകാരുമായി മന്ത്രി സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും രാധയുടെ വീടിന് മുന്നിൽ വെച്ച് അതുണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ വലിച്ചിഴച്ച് നീക്കേണ്ടി വന്നു പോലീസ് സംഘത്തിന്. അത്രയധികം പ്രതിഷേധം. രാധയെ പിടികൂടിയ, രാധയെ കടിച്ചുകീറിയ കടുവയെ ഇല്ലാതാക്കുന്നതിന് മുൻപ് പാട്ടുപാടിയ മന്ത്രിക്കെതിരെ പ്രതിഷേധമുയരുന്നു. രാധയെ പിടിച്ചത് കാട്ടിൽ വെച്ചാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു. ഇപ്പോൾ മന്ത്രി വാഹനത്തിലേക്ക് കടന്നിരിക്കുന്നു. കാണൂ, വലിയ പോലീസ് സന്നാഹം അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം, നാട്ടുകാർ മന്ത്രിക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ദീപക് മലയമ്മ, വന്ന വഴിയിലെ പ്രതിഷേധം പോകും വഴിയിൽ ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളല്ലേ നമ്മളവിടെ കാണുന്നത്? മന്ത്രി നാട്ടുകാരുമായി സംസാരിക്കാതെ മടങ്ങാനാണോ തീരുമാനം? നിലവിൽ നാട്ടുകാരുമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രതികരണത്തിന് പോലും അദ്ദേഹം മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം ഈ രാധയുടെ വസതിയിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പഞ്ചാരക്കൊല്ലി ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് നിൽക്കുന്ന ബേസ് ക്യാമ്പ് നിൽക്കുന്ന ആ മേഖലയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് വാഹനം തിരിച്ചിരിക്കുന്നത്. അവിടേക്ക് ആണോ അദ്ദേഹം പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റ് മേഖലയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. അവിടെ ബേസ് ക്യാമ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. അതേസമയം തന്നെ നാട്ടുകാരുമായി ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇപ്പോഴും ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ചർച്ചയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിലും നമുക്കില്ല എന്നുള്ളതാണ്. ഷബീർ, മന്ത്രി മടങ്ങുകയാണ്. ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ട്. ദീപക് മോഹൻ, മന്ത്രി പ്രതികരണത്തിനൊന്നും തയ്യാറാകാൻ സാധ്യതയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രാധയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിനുശേഷം മന്ത്രി തിരിച്ചു പോവുകയാണല്ലേ? ദീപക് മോഹൻ. സുജയ പാർവതി, ഇപ്പോൾ മന്ത്രി രാധയുടെ വീട്ടിൽ നിന്ന് മടങ്ങി പകരം തൊട്ടടുത്തുള്ള ഈ ബേസ് ക്യാമ്പിലേക്ക്, നേരത്തെ വനം വകുപ്പിൻ്റെ ഈ ഓപ്പറേഷൻ ദൗത്യമെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആ സ്ഥലമാണ് ഈ വനം വകുപ്പിൻ്റെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ഈ ഓഫീസ്. ആ ഓഫീസിലേക്കാണ് മന്ത്രി ഇപ്പോൾ പോകുന്നത്. ഈ ഡോക്ടർ അരുൺ സക്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട ദൗത്യത്തിൻ്റെ കാര്യങ്ങൾ എവിടം വരെയായി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ സൂചനയുള്ളത്. ഈ മന്ത്രി അകത്ത്, അതായത് രാധയുടെ വീടിനകത്ത് കയറി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിൽ ചില പോലീസുകാർ, ഒപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ മന്ത്രി കണ്ട ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. ഒപ്പം അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മന്ത്രിയെ വാഹനത്തിനകത്തേക്ക് കയറ്റി ആ വാഹനം ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലുള്ള പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുജയ.